അമേരിക്കയിൽ വൻ നാശനഷ്ടം വിതച്ച് നിയന്ത്രിക്കാൻ കഴിയാതെ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്ന കാട്ടുതീ 2007 തന്നെ ഭാവി പ്രവചിക്കാൻ ശേഷിയുള്ള അത്ഭുത കാർട്ടൂൺ എന്ന വിശേഷണമുള്ള സിംസൺസ് പ്രവചിച്ചിരുന്നു എന്ന് പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി പോസ്റ്റുകളും റീലുകളുമൊക്കെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. മുമ്പ് പലപ്പോഴും സിംസൺസ് എന്ന് പറയുന്ന ഈ കാർട്ടൂൺ ഭാവി പ്രവചിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെയും അക്ഷരാർത്ഥത്തിൽ അതുപോലെ തന്നെ നമ്മുടെ ഒരു ലോകത്ത് പുലരുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പ്രവചനത്തിൻ്റെ സത്യാവസ്ഥയും അതോടൊപ്പം തന്നെ 2025 ഭാവിയിലുമൊക്കെ നടക്കാൻ സാധ്യതയുള്ള സിംസൺസിൻ്റെ മറ്റ് പ്രവചനങ്ങളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. നമ്മുടെ ഈ ഒരു ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും സിംസൺസ് എന്ന് പറയുന്ന ഈ ഒരു കാർട്ടൂണിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട യാതൊരു ആവശ്യവും ഉണ്ടാവില്ല. ഒന്നിലധികം വീഡിയോകൾ ഈ ഒരു കാർട്ടൂണുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ എല്ലാ പ്രാവശ്യത്തെയും പോലെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അപ്പോഴൊക്കെ തന്നെയും സിംസൺസിൽ അത് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തോതിൽ തന്നെ ആളുകൾ രംഗത്തേക്ക് വരാറുണ്ട്. ഇവിടെ ഇപ്പോൾ ലോസ് ആഞ്ചലസിൽ വലിയ തോതിൽ കാട്ടുതീ പടർന്നുകൊണ്ടിരിക്കുമ്പോഴും അത്തരമൊരു കാര്യവുമായിട്ട് ഒരുപാടധികം ആളുകൾ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. 1989 മുതൽ സംപ്രേഷണം ആരംഭിച്ച ഒരു പോപ്പുലർ ആയിട്ടുള്ള അമേരിക്കൻ ആനിമേറ്റഡ് സീരീസാണ് ദ സിംസൺസ് എന്ന് പറയുന്നത്. സ്പ്രിംഗ്ഫീൽഡ് എന്ന് പറയുന്ന സിറ്റിയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ജീവിതമൊക്കെ തന്നെയാണ് ഈ ഒരു കാർട്ടൂണിൽ കാണിച്ചു പോകുന്നത്. എന്നാൽ അതിനിടയ്ക്ക് കാലിക പ്രശസ്തമായിട്ടുള്ള പല കാര്യങ്ങളും വിഷയങ്ങളാക്കി എടുത്തിട്ട് ഓരോരോ എപ്പിസോഡുകൾ ഇവർ പുറത്തിറക്കാറുണ്ട്. അതിൽ തന്നെ ഇവർ മുൻപേ കൂട്ടി പറഞ്ഞു വെച്ച പല കാര്യങ്ങളും അതുപോലെ തന്നെ നടക്കാറുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് എല്ലാവരും ഒരുപോലെ എടുത്ത് പറയുന്ന കാര്യമാണ് കൊറോണ ഇവർ ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ 2000-ങ്ങളിൽ തന്നെ അമേരിക്കൻ പ്രസിഡന്റായിട്ട് ഡൊണാൾഡ് ട്രംപ് മാറി വരുമെന്നൊരു കാര്യത്തെക്കുറിച്ച് ഇവർ സംപ്രേഷണം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് തുടങ്ങിയിട്ടുള്ള ഒരുപാടധികം കാര്യങ്ങളുണ്ട്. മുമ്പെയുള്ള പല വീഡിയോകളും നമ്മളതൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ്. എന്തൊക്കെ തന്നെയായാലും ഈ ഒരു വീഡിയോയിലൂടെ പ്രധാനമായും 3 കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് 2007 തന്നെ സിംസൺസ് ഇത്തരം ഒരു പ്രവചനം ലോസ് ആഞ്ചലസിലെ വൈൽഡ് ഫയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പല ആളുകളും ഇപ്പോൾ ഹോളിവുഡ് ഹിൽസിനൊക്കെ മുമ്പിൽ നിന്നുകൊണ്ട് ഹോളിവുഡ് സൈനൊക്കെ ബാക്കിൽ വരുന്ന രീതിയിൽ ഇവിടെ തീപിടുത്തമൊന്നുമില്ല, ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് തുടങ്ങിയിട്ടുള്ള രീതിയിലുള്ള വീഡിയോകൾ വലിയ തോതിൽ തന്നെ സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാടധികം ആളുകൾക്ക് വലിയ തോതിലുള്ള ഡൗട്ടുകളുണ്ട്. ശരിക്കും തീപിടുത്തം ഇല്ലേ, ചുമ്മാ പറയുന്നതാണോ? അപ്പോൾ ഈ ഹോളിവുഡ് സൈനൊക്കെ തീപിടിച്ച് കത്തുന്നതായിട്ടുള്ള വീഡിയോകളും ഫോട്ടോകളൊക്കെ കാണുന്നുണ്ടല്ലോ, അപ്പോൾ അതെന്താണ്? അത് തുടങ്ങിയിട്ടുള്ള ഒരുപാടധികം കാര്യങ്ങൾ ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കാം. അതോടൊപ്പം തന്നെ 2025 ഭാവിയിലുമൊക്കെ നടക്കാൻ സാധ്യതയുള്ളത് എന്ന രീതിയിൽ സിംസൺസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന സിംസൺസിൻ്റെ പ്രവചനങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ഏതായാലും നമുക്ക് പ്രവചനങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒന്നാമത്തെ ഭാവിയിൽ വരാനിരിക്കുന്ന സിംസൺസിൻ്റെ പ്രവചനം എന്ന് പറയുന്നത് മനുഷ്യരിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ഒരുപാടധികം ജോലികൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടുകളും കൊണ്ടുപോകും എന്ന് പറയുന്നൊരു കാര്യമാണ്. ഈ ഒരു കാർട്ടൂണിലെ ഹോമർ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ജോലി ഇതുപോലെ തന്നെ ഒരുപാടധികം റോബോട്ടുകൾ അദ്ദേഹം വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വരുന്നതിന് അടിസ്ഥാനത്തിൽ തന്നെ നഷ്ടമാകുന്നുണ്ട്. ഇനി നേരെ നമ്മുടെ നിലവിലെ സാഹചര്യങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഒരു കാര്യം ഇപ്പോൾ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജോബുകളുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ പലതിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് വലിയ വലിയ പല കമ്പനികളും ഒരുപാടധികം എംപ്ലോയീസിനെ പറഞ്ഞു വിട്ടുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ റീസെൻ്റ്ലി മാർക്ക് സുക്കർബർഗിൻ്റെ ഒക്കെ ചില ഇൻ്റർവ്യൂകളൊക്കെ തന്നെയും പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിലും അവർ പറയുന്നൊരു കാര്യം ഒരുപാടധികം എംപ്ലോയീസിനെ നിങ്ങൾ വെച്ച് റീപ്ലേസ് ചെയ്യാനുള്ള പരിപാടികളുണ്ട്, പ്ലാനുകളുണ്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോ ഇനി അങ്ങോട്ട് പിടിച്ചു നിൽക്കണമെങ്കിൽ, ജോലി പോകാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിലവിലുള്ള വ്യത്യസ്ത AI ടൂളുകൾ അതൊക്കെ എങ്ങനെ നമ്മുടെ ജോലികളിലും ആവശ്യങ്ങളിലൊക്കെ ഉപയോഗിക്കാമെന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും പഠിച്ചിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട അനിവാര്യതയുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് മലയാളത്തിൽ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി ലൈഫ് ടൈം ആക്സസ് ഉള്ള ഒരു കോഴ്സ് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. മുമ്പ് പല വീഡിയോകൾ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കാം. ഏതായാലും ഇനി രണ്ടാമത്തെ സിംസൺസിൻ്റെ മറ്റൊരു പ്രവചനത്തിലേക്ക് വരുമ്പോൾ അത് ഫുഡ് വൈഫ് എന്ന് പറയുന്ന ഒരു എപ്പിസോഡിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് 3D പ്രിൻ്റഡ് ആയിട്ടുള്ള ഫുഡുകളുമായി ബന്ധപ്പെട്ടതായിരുന്നു ഈ ഒരു എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ. ഇതും ഈ പറഞ്ഞതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പേ എയർ ചെയ്തിട്ടുള്ള ഒരു എപ്പിസോഡാണ്. അതിൽ 3D പ്രിന്റിംഗ് സംവിധാനത്തിൻ്റെ സഹായത്തോടു കൂടെ ഭക്ഷണത്തെ പ്രിന്റ് ചെയ്തെടുക്കുന്ന കാര്യങ്ങളാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നിലവിലെ സാഹചര്യം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഓൾറെഡി നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ തന്നെയും 3D പ്രിന്റിംഗ് ചെയ്യാൻ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരും കാലങ്ങളിൽ വലിയ തോതിൽ തന്നെ ഇത്തരത്തിൽ പ്രിന്റ് ചെയ്തെടുത്തിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇതുപോലെ തന്നെ
തന്നെ മീറ്റ്, വ്യത്യസ്ത തരത്തിലുള്ള മീറ്റ്, ബീഫൊക്കെ തന്നെയും ഇപ്പോൾ 3D പ്രിൻറ്റിംഗ് സംവിധാനത്തിൻ്റെ സഹായത്തോടു കൂടെ നമുക്ക് പ്രിൻ്റ് ചെയ്തെടുക്കാനും അത് വളരെ അടിപൊളിയായ ടേസ്റ്റോടു കൂടി തന്നെ നമുക്ക് കഴിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ ഓൾറെഡി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ 3D പ്രിൻറ്റിംഗ് സംവിധാനത്തിൻ്റെ സഹായത്തോടു കൂടി നിർമ്മിച്ചെടുത്തിട്ടുള്ള മാംസവും വ്യത്യസ്ത തരത്തിലുള്ള ഭക്ഷണങ്ങളും ഒക്കെ തന്നെ നമുക്ക് വരും കാലങ്ങളിൽ തീർച്ചയായിട്ടും നമുക്കും കഴിക്കാൻ സാധിക്കുന്നതായിരിക്കും. മൂന്നാമത്തെ സിംസൺസിൻ്റെ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത് പേഴ്സണലൈസ്ഡ് മെഡിസിൻസുമായി ബന്ധപ്പെട്ടതാണ്, ജീൻ എഡിറ്റിംഗ് പോലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ റീസെൻ്റ്ലി ക്യാൻസറിനുള്ള വാക്സിൻ റഷ്യ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ളൊരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു, ഓരോ ആളുകളുടെയും ശരീരത്തിൽ നിന്ന് സാമ്പിളുകൾ എടുത്തിട്ട് അതിൽ വ്യത്യസ്ത മാറ്റങ്ങളൊക്കെ വരുത്തിയതിന് ശേഷമാണ് ആ ഒരു വാക്സിൻ നിർമ്മിച്ചെടുക്കുന്നത്. അതായത് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള നിലയിലായിരിക്കും ആ ഒരു വാക്സിൻ ആളുകളിലേക്ക് തിരിച്ച് ഇഞ്ചെക്ട് ചെയ്യുന്നത്. 2025 ആദ്യ വാരത്തോടു കൂടി തന്നെ റഷ്യയിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും ആരംഭിക്കുമെന്ന് തുടങ്ങിയിട്ടുള്ള വാർത്തകളൊക്കെ തന്നെയും നമുക്ക് ഓൾറെഡി കേൾക്കാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സിംസൺസ് ഓൾറെഡി പ്രവചിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ഏറെക്കുറെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന രീതിയിലൊക്കെ വേണമെങ്കിൽ ഇതേ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഇനിയിപ്പോൾ ജീൻ എഡിറ്റിംഗ് പോലുള്ള കാര്യങ്ങളിലേക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ ആരോഗ്യ മേഖലയിലും മറ്റൊക്കെ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ലോകത്ത് നടക്കുമോ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ കണ്ടറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. നാലാമത്തെ സിംസൺസിൻ്റെ ഒരു പ്രവചനം അത് ചൊവ്വയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ചൊവ്വയിൽ മനുഷ്യർ കോളനി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഒരു എപ്പിസോഡിൽ 2051 ഈ ഒരു കാർട്ടൂണിലുള്ള ചില ക്യാരക്ടേഴ്സൊക്കെ തന്നെയും ചൊവ്വയിലേക്ക് എത്തിച്ചേരുന്നതുമായി ബന്ധപ്പെട്ട യാത്ര പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില ഫൂട്ടേജുകളൊക്കെ തന്നെയും കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് 2051 ആകുമ്പോഴേക്ക് മനുഷ്യരും തീർച്ചയായിട്ടും ചൊവ്വയിലേക്ക് പോകും, അവിടെ കോളനി സ്ഥാപിക്കും എന്ന് തുടങ്ങിയിട്ടുള്ള രീതിയിൽ സിംസൺസ് പറഞ്ഞു വെച്ചിട്ടുള്ളതായിട്ട് വലിയ തോതിൽ തന്നെ ഇന്റർനെറ്റിലും മറ്റൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അത്തരം ഒരു കാര്യം സംഭവിക്കാനുള്ള വലിയ തോതിലുള്ള സാധ്യതകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സ്പേസ് എക്സുമായി ബന്ധപ്പെട്ട് ചൊവ്വയുമായി ബന്ധപ്പെട്ട് ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ തന്നെ സംസാരിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ വിശദമായിട്ട് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സിംസൺസിൻ്റെ അഞ്ചാമത്തെ ഒരു പ്രഡിക്ഷൻ അത് നമുക്ക് ആർക്കും അത്ര സുഖകരമായിട്ടുള്ള ഒന്നല്ല. ഒരു എക്കോണമിക്കൽ കൊളാപ്സിനെ കുറിച്ചാണ് സിംസൺസിൻ്റെ ഈ അടുത്തൊരു പ്രവചനം വരുന്നത്. അതായത് വലിയ തോതിലുള്ള ഒരു സാമ്പത്തിക തകർച്ച ഈ വരുന്ന നാളുകളിൽ ഉണ്ടാകുമെന്ന രീതിയിലാണ് ഈ ഒരു പ്രഡിക്ഷനിലൂടെ ഇവർ വിവരിച്ചു വെക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞു വെക്കുന്നത്. അതും ഈ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ കാർട്ടൂണിൻ്റെ ഒരു എപ്പിസോഡിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു ഭാഗം മാത്രമാണ്. അതിനെയാണ് ആളുകൾ ഈ ഒരു രീതിയിലേക്ക് വിവക്ഷ വെക്കുന്നത്. മാത്രമല്ല ഇവിടെ നിലവിലെ സാഹചര്യം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇപ്പം കഴിഞ്ഞ കുറച്ച് കാലങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് എക്കോണമിക്കലി വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന രീതിയിൽ തന്നെയാണ് ഗ്ലോബൽ എക്കോണമിയും അമേരിക്കയുടെ സാമ്പത്തിക നിലയാണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയും ഈ പറഞ്ഞ പ്രവചനം എത്രത്തോളം യാഥാർത്ഥ്യമാകും എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നമ്മൾ കണ്ടറിയേണ്ട ഒന്ന് തന്നെയാണ്. സിംസൺസിൻ്റെ ആറാമത്തെ ഒരു പ്രവചനം അത് ബ്ലാക്ക് ഹോളുകളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. 2013 ദ സിംസൺസ് എന്ന ഈ ഒരു കാർട്ടൂണിലെ ഒരു എപ്പിസോഡിൽ സ്പ്രിംഗ് ഫീൽഡ് എന്ന ഇവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫിക്ഷണൽ സിറ്റിയിൽ പെട്ടെന്ന് വെച്ചുകൊണ്ട് ഒരു ചെറിയ ബ്ലാക്ക് ഹോൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ചുറ്റുമുള്ള എല്ലാത്തിനെയും ആ ബ്ലാക്ക് ഹോൾ അതിനകത്തേക്ക് ആകർഷിക്കുന്നുണ്ട്, വലിയ തോതിൽ തന്നെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഈ ഒരു അവസരങ്ങളിൽ എല്ലാം അവസാനിച്ചു എന്ന് കരുതുമ്പോൾ മറിച്ച് ഈ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്ന ബ്ലാക്ക് ഹോളിലൂടെ കടന്നു ചെന്നിട്ടുണ്ടായിരുന്ന വസ്തുക്കളും ആളുകളും എല്ലാം തന്നെ മറ്റൊരു ലോകത്തേക്കാണ് എത്തിച്ചേരുന്നത്. അവിടെ അവരെ കാത്തുകൊണ്ട് മറ്റു ചില ജീവികൾ കൂടെ ഉണ്ടായിരുന്നു. ഈ വന്നിട്ടുള്ള ആളുകളൊക്കെ തന്നെയും ആ ജീവികൾ, ആ ഏലിയനുകൾ അവിടെ വെച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ സംഭവിക്കാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള സാധ്യതകളുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് നോക്കുമ്പോൾ ഈ ബ്ലാക്ക് ഹോളുകളുടെ മേഖലയിൽ വലിയ തോതിലുള്ള പഠനങ്ങൾ നിലവിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ തന്നെ ഇന്ത്യ ആണെങ്കിലും ഏറ്റവും റീസെൻ്റ്ലി ആസ്ട്രോസാറ്റ് എന്ന് പറയുന്ന നമ്മുടെ ഉപഗ്രഹത്തിൻ്റെ സഹായത്തോടു കൂടെ ഈ ബ്ലാക്ക് ഹോളുകളുമായി വിശദമായിട്ടുള്ള വ്യത്യസ്ത കാര്യങ്ങൾ പഠിക്കുകയും പുതിയ പല കാര്യങ്ങൾ കണ്ടെത്തുകയും ഒക്കെ തന്നെയും ചെയ്തിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ നമുക്ക് ഈ ബ്ലാക്ക് ഹോളുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും മറ്റൊരു ഡെഡിക്കേറ്റഡ് വീഡിയോയിൽ സംസാരിക്കാം. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പറഞ്ഞു വന്നത് സിംസൺസിൽ കാണിച്ച അതുപോലെ തന്നെ ബ്ലാക്ക് ഹോളുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ സംഭവിച്ചില്ല എങ്കിൽ കൂടെയും ഒരു പക്ഷേ ബ്ലാക്ക് ഹോളുകളുടെ മേഖലയിൽ ഈ വരുന്ന വർഷങ്ങളിൽ ഒരുപാട് തരത്തിലുള്ള പുതിയ കാര്യങ്ങൾ നമ്മൾ കണ്ടെത്താനും നമ്മൾ കൂടുതലായിട്ട് അതിനടുത്തറിയാനും ഒക്കെ ഉള്ള ഒരുപാട് വലിയ സാധ്യതകൾ നമ്മുടെ മുന്നിൽ ഏതായാലും നിലവിലുണ്ട്. സിംസൺസിൻ്റെ ഏഴാമത്തെ പ്രവചനം പറക്കുന്ന കാറുകളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. വൈകാതെ തന്നെ നമ്മുടെ ഒക്കെ നിരത്തുകളിലേക്ക് ഇത്തരത്തിലുള്ള പറക്കുന്ന കാറുകൾ എത്തുമെന്ന കാര്യത്തിൽ ഇപ്പോൾ പറയുമ്പോൾ നമ്മൾക്ക് ആർക്കും യാതൊരു വിധത്തിലുള്ള സംശയങ്ങളും ഇല്ലല്ലേ. എന്നാൽ 2005 തന്നെ പറക്കുന്ന കാറുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എപ്പിസോഡ് സിംസൺസ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. നിലവിൽ നമ്മൾ
നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ദുബായിലും മറ്റുമൊക്കെ ആയിട്ട് വ്യത്യസ്ത തരത്തിലുള്ള പരീക്ഷണ പറക്കലുകൾ ഇത്തരത്തിലുള്ള പറക്കുന്ന കാറുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. സോ വൈകാതെ തന്നെ പറക്കുന്ന കാറുകളും അതുപോലെ ഓട്ടോണമസ് കാറുകൾ, അതായത് ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന കാറുകളൊക്കെ തന്നെ നമുക്ക് നമ്മുടെ ലോകത്ത് കാണാൻ സാധിക്കുന്നതായിരിക്കും. വരും നാളുകളിൽ, വരും വർഷങ്ങളിൽ തീർച്ചയായിട്ടും നമുക്ക് പോലും അത് കാണാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനും അകത്തിരുന്നുകൊണ്ട് യാത്ര ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലേക്ക് ഒരു പക്ഷേ ഈ കാര്യങ്ങൾ മാറി വരുന്നതായിരിക്കും. സിംസൺസിൻ്റെ 8ാമത്തെ പ്രവചനം വേൾഡ് വാറുമായി ബന്ധപ്പെട്ടുള്ളതാണ്, 3ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇവരുടെ ഒരു എപ്പിസോഡിൽ കൃത്യമായ നിലയിൽ തന്നെ 3ാം ലോക മഹായുദ്ധം ആരംഭിക്കുകയാണ്, സേഫ് ആയിട്ടുള്ള ബങ്കറിലേക്ക് മാറണം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു രീതിയിൽ അവർ ആ എപ്പിസോഡ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യവും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു യുദ്ധം ആരംഭിക്കുമ്പോൾ അപ്പോഴൊക്കെ തന്നെയും ഇവരുടെ ഈ ഒരു 3ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട ഈ ഒരു കാർട്ടൂണൊക്കെ തന്നെയും വലിയ തോതിൽ ഈ ഒരു ഭാഗം വലിയ തോതിൽ തന്നെ പ്രചരിക്കാറുണ്ട്, വലിയ തോതിൽ ഇത് ചർച്ചാ വിഷയമായിട്ട് മാറാറുണ്ട്. ഇതുപോലെ തന്നെ വലിയൊരു ന്യൂക്ലിയർ അറ്റാക്ക് നടക്കുകയും അതിനുശേഷം ഈ ഒരു കാർട്ടൂണിലെ ഹോവർ എന്ന മെയിൻ ക്യാരക്ടർ ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളും ഇവരുടെ കാർട്ടൂണിൽ ഇവർ പരാമർശിച്ചിട്ടുണ്ട്, അതിൽ കാണിച്ചിട്ടുണ്ട്. എന്തൊക്കെ തന്നെ ആയാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ നടക്കാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം, പ്രത്യാശിക്കാം. ഇനി നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞു വെച്ച വിഷയത്തിലേക്ക് വരാം. 2007 സിംസൺസിൻ്റെ ഒരു എപ്പിസോഡിൽ കൃത്യമായ നിലയിൽ തന്നെ ഈ ഒരു സ്പ്രിംഗ്ഫീൽഡ് എന്ന് പറയുന്ന ഇവരുടെ ഈ ഒരു ഫിക്ഷണൽ സിറ്റിയിൽ വലിയ തോതിൽ എൻവിറോൺമെൻ്റൽ ഡിസാസ്റ്ററുകൾ സംഭവിക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. വലിയ തോതിൽ തീ പിടിക്കുന്നതായിട്ടുള്ള അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഇവരുടെ ആ ഒരു 2007 എപ്പിസോഡിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ ഒരു ഒതൻറ്റിസിറ്റി നമ്മൾ പരിശോധിച്ച് പോകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത തരത്തിലുള്ള ഫോട്ടോകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അതിൽ പലതും AI ജനറേറ്റഡ് ആണ് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഒരുപാട് നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ ചില സോഴ്സുകളിൽ മാത്രം നമുക്ക് 1-2 ഫോട്ടോകൾ ആ ഒരു 2007 എപ്പിസോഡിൽ നിന്നുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില ഫോട്ടോകൾ മാത്രം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അതിനടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ ഇങ്ങനൊരു കാര്യം യഥാർത്ഥത്തിൽ സിംസൺ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ തന്നെയും വലിയ തോതിൽ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇനിയിപ്പോൾ ഹോളിവുഡ് സൈൻ കത്തി നിൽക്കുന്ന രീതിയിലുള്ള ഒരുപാട് വീഡിയോകളും ഫോട്ടോകളും ഒക്കെ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ അവിടെ അത്തരത്തിൽ തീപിടുത്തമേ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന പല ആളുകളുടെയും ഫോട്ടോകളും വീഡിയോകളും അതും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഹോളിവുഡ് ഹിൽസിൽ ചെറിയ രീതിയിൽ തീപിടുത്തം ഉണ്ടായിരുന്നു. ആ ഒരു അവസരത്തിൽ തന്നെ കൃത്യമായിട്ടുള്ള ഇടപെടലുകളിലൂടെ ഹോളിവുഡ് ഹിൽസിലേക്ക് പടർന്നിട്ടുണ്ടായിരുന്ന ആ ഒരു കാട്ടുതീയെ അണക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിനും അപ്പുറത്തേക്ക് ആ ഒരു ഹോളിവുഡ് സൈനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ബോർഡിലേക്കൊന്നും തന്നെ ആ തീ എത്തിയിട്ടില്ല. അവിടങ്ങളിലൊന്നും തന്നെ അത് തീ പിടുത്തം നടന്നിട്ടില്ല. എന്നാൽ നേരെ മറിച്ച് ലോസ് ആഞ്ചലസിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും വലിയ തോതിൽ തന്നെ തീപിടുത്തം ഉണ്ടാവുകയും ഒരുപാടധികം നാശനഷ്ടങ്ങൾ സംഭവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് വൻതോതിൽ നിന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തന്നെയും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായ നിലയിൽ തന്നെ നിങ്ങൾക്ക് ഒരു ധാരണ ലഭിച്ചോണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസിയുടെ വൈൻഡപ്പിയാണ്. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഈ സിംസൺസ് ഭാവി പ്രവചിക്കുന്നത് എന്നൊരു ചോദ്യം ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാകും. അതിനുള്ള മറുപടി ആയിട്ട് പലർക്കും പറയാനുള്ളത് പലതരത്തിലുള്ള വാദങ്ങളാണ്. ഇവർ മാത്തമാറ്റിക്സ്, പ്രോബബിലിറ്റി എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട്. എന്നാൽ മറ്റൊരു വിഭാഗത്തിന് പറയാനുള്ളത് സമൂഹത്തിൽ നടക്കാൻ സാധ്യതയുള്ള പല കാര്യങ്ങളും എടുത്ത് ഒരു ക്രിറ്റിസിസം രീതിയിലൊക്കെ തന്നെയും ഇവർ അവതരിപ്പിക്കുന്നുണ്ട്. ചില സമയത്തൊക്കെ തന്നെയും അത് യാദൃശ്ചികമായിട്ട് അതുപോലെ തന്നെ സംഭവിക്കുന്നതാണ് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതുപോലെ തന്നെ ഇതിൽ ഈ പറഞ്ഞതിൽ ഏത് കാര്യമാണ് യഥാർത്ഥത്തിൽ നടക്കാൻ സാധ്യത ഉള്ളത് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യത്തെക്കുറിച്ചും തീർച്ചയായും താഴെ രേഖപ്പെടുത്താൻ മറക്കരുത്. നമ്മുടെ AI ക്ലാസ്സിൻ്റെ ലിങ്കും താഴെയുണ്ട്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാട് വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.